ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട ടീച്ചർമാരെ, ഇതിലധികവുമുള്ള ആളുകൾ ടീച്ചർമാരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോൾ നമ്മളിന്ന് സോഷ്യലിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാൻ പോവുകയാണ്. നമുക്കറിയാം 60 മാർക്കാണ് ആകെ നമുക്ക് സോഷ്യലിന് കേട്ടറ്റ് എക്സാമിന് വരുന്നത്. അതിൽ 40 മാർക്കും ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ എക്കണോമിക്സ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും, ബാക്കി വരുന്ന 20 മാർക്ക് പെഡഗോജിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സോഷ്യലിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ എനിക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരാണ് എനിക്ക് മുന്നിൽ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇതൊരു അധ്യാപകരും അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന കുട്ടികളും എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിങ്ങളൊരു മെന്ററായോ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ ഒരുമിച്ച് പോകുന്ന രീതിയിൽ മാത്രം നമുക്ക് ഈ ക്ലാസ്സിനെ കണ്ടുപോവാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ അടുത്തറിയുന്ന വിഷയങ്ങളാണ്. സോഷ്യൽ ആണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ ഭീതിയോടെ കാണേണ്ട ഒരു സാധനമല്ല. ഏറ്റവും സിമ്പിളായി നമുക്ക് ഫുൾ മാർക്കിലേക്ക്, നമുക്കൊരു 120 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. ഇതിൽ ഫുൾ മാർക്ക് 60 മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഇപ്രാവശ്യത്തെ കേട്ടറ്റിന്, ഈ തവണയുള്ള കേട്ടറ്റിന് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. അതിന്റെ ഫസ്റ്റ് സോഷ്യലിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോഷ്യലിന്റെ 1ാമത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ ഈ സിലബസിന്റെ ഏറ്റവും തുടക്കം കാണുന്ന ഭാഗമായിട്ടുള്ള ശിലായുഗവും കൃഷിയുടെ തുടക്കവും എന്ന് പറയുന്ന ഭാഗമാണ്. ഫസ്റ്റ് നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഭാഗം തന്നെ ഏതാണ്? ശിലായുഗവും കൃഷിയുടെ തുടക്കവും എന്ന ഭാഗമാണ്. സ്റ്റോൺ ഏജ് ആൻഡ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഓർഡറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? വൃത്തിയായിട്ട് ഓരോ വിഷയങ്ങളും നോക്കി പോകുന്നു. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓരോ ദിവസവും അന്നെടുക്കുന്ന ഭാഗത്ത് ഒരുപാട് ചോദ്യങ്ങൾ, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ ചോദ്യങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുമ്പോഴാണ് നമുക്ക് കേട്ടറ്റിന് എന്ത് ചെയ്യാൻ സാധിക്കുക? നല്ല മാർക്കോട് കൂടി കേട്ടറ്റിന് നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് ഇന്ന് ശിലായുഗവും കൃഷിയുടെ തുടക്കവും എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ശിലായുഗവും കൃഷിയുടെ തുടക്കവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ, ഒട്ടും ടെൻഷൻ വേണ്ടാതെ, അല്ലെങ്കിൽ ഏറ്റവും നിസ്സാരമായിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ശിലായുഗത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് കിടക്കുന്നു. ശിലായുഗം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ദീർഘമായിട്ടുള്ള, പ്രാചീനമായിട്ടുള്ള കാലഘട്ടമാണ് ഇത് ശിലായുഗം. ഏറ്റവും ദൈർഘ്യമേറിയ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടം ഏതാണ്? ശിലായുഗമാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രാചീനമായത്, നമ്മൾ മനുഷ്യന്റെ ചരിത്രം പഠിച്ചു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന ശിലായുഗത്തിൽ നിന്നാണ്. അപ്പൊ ഏറ്റവും പ്രായം ചെന്ന, ഏറ്റവും പ്രാചീനമായതും ഏറ്റവും ദീർഘമായതുമായ മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ്, മനുഷ്യ ചരിത്രത്തിലെ ഒരു കാലഘട്ടമാണ് ഇത് ഈ പറയുന്ന ശിലായുഗം. ശിലായുഗം എന്ന പേരിൽ നിന്ന് എന്തുണ്ട്? ഈ ശിലായുഗം എന്ന പേര് വരാനുള്ള കാരണം, ആ പേരിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കല്ലിൽ നിർമ്മിച്ച ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കുക. ശിലകൾ ഉപയോഗിച്ച് മനുഷ്യൻ ജീവിച്ചിരുന്ന, കല്ലുകൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കി, ആയുധങ്ങൾ ഉണ്ടാക്കി ജീവിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുക? ശിലായുഗം എന്ന് വിളിക്കുക. നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. അപ്പോൾ ശിലായുഗത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. 3 ശിലായുഗത്തിന്റെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ. ആ ഘട്ടങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് പഠിച്ചു തുടങ്ങേണ്ടത്. ഈ ഘട്ടത്തിന്റെ ഓരോന്നിന്റെയും സവിശേഷതകൾ, ഈ ഘട്ടത്തിന്റെ തെളിവുകൾ ലഭിച്ച സ്ഥലങ്ങൾ, ഇതൊക്കെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കിയിരുന്നാൽ ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് വളരെ സിമ്പിളായി, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം ശിലായുഗത്തെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. 1 പ്രാചീന ശിലായുഗം, 2 മധ്യശിലായുഗം, 3 നവീന ശിലായുഗം. 3 കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. നമുക്കറിയുന്ന കാര്യമാണ്. 3 കാലഘട്ടങ്ങളായി ഇതിനെ തിരിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന 1ാമത്തെ കാലഘട്ടം, നമ്മൾ കിടക്കുന്ന 1ാമത്തെ കാലഘട്ടം, ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന കാലഘട്ടം നമുക്കറിയാം ഏതാണ്? പ്രാചീന ശിലായുഗം. ഏതാണ്? പ്രാചീന ശിലായുഗം. ഈ പ്രാചീന ശിലായുഗത്തിന്റെ പ്രത്യേകത എന്താ?
പഴക്കം ചെന്നാണ്. ഏറ്റവും പഴക്കമേറിയതാവുമ്പോ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടിയും ഭക്ഷ്യശേഖരണം നടത്തിയും അവരെന്ത് ചെയ്യാണ്, അലഞ്ഞു തിരിഞ്ഞു നടന്ന് അവരെന്ത് ചെയ്യുന്നു, വേട്ടയാടിയൊക്കെ ജീവിച്ചിരുന്ന ആളുകളാണ്. അതിന് നമുക്ക് ചോദ്യം വരുന്ന ഭാഗത്തെ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി പറഞ്ഞാൽ, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യൻ നോമാഡിക്കുകൾ അല്ലെങ്കിൽ എന്തായിരുന്നു, ഈ നാടോടികളായിരുന്നു. ചോദ്യം വരുന്ന ഭാഗമാണ്. മനുഷ്യൻ നാടോടികളായി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നോമാഡിക്കായിരുന്ന കാലഘട്ടം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, പ്രാചീന ശിലായുഗമാണ്. കല്ലിൽ നിർമ്മിച്ചിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടവും ഏതാണ്, ഈ പറയുന്ന പ്രാചീന ശിലായുഗമാണ്. ഗുഹകളിലും അതേപോലെ തന്നെ പാറത്തടികളിലും തുറസായ സ്ഥലങ്ങളിലും ഒക്കെ എന്ത് ചെയ്തിരുന്നു, മനുഷ്യൻ ഇരുന്നിരുന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെയാണ് മനുഷ്യൻ താമസിച്ചിരുന്നത്. അപ്പൊ ലളിതമായ സാമൂഹിക ഘടനയുള്ള മനുഷ്യൻ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള സാമൂഹ്യ ഘടനയൊന്നുമില്ലാതെ വളരെ ലളിതമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്, ഒരു ഘട്ടമാണ് ഇത് പ്രാചീന ശിലായുഗം. ഈ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ നാടോടികളായിരുന്നു ജീവിത രീതി. നാടോടികളായി അല്ലെങ്കിൽ അലയുന്ന ജീവിത രീതിയാണ് മനുഷ്യൻ പിന്തുടർന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, മനുഷ്യൻ അലയുന്ന അല്ലെങ്കിൽ നോമാഡിക്കായിരുന്ന അല്ലെങ്കിൽ വേട്ടയാടിയോ അല്ലെങ്കിൽ നാടോടികളായോ ജീവിച്ചിരുന്ന കാലഘട്ടം ഏതാണെന്നൊക്കെ രീതിയിലുള്ള ചോദ്യം, ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതേതാണ്, പ്രാചീന ശിലായുഗമാണ് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് മധ്യശിലായുഗമാണ്. രണ്ടാമത്തെ ഘട്ടം മധ്യശിലായുഗമാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യാണ്, ശിലായുഗത്തെ മൂന്നായി തിരിച്ചതിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അവിടെ നമ്മളെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് സൂക്ഷ്മ കല്ലായുധങ്ങൾ അല്ലെങ്കിൽ മൈക്രോലിത്സ് എന്ന് പറയുന്ന മൈക്രോലിത്തുകൾ. ഈ സൂക്ഷ്മമായ കല്ലായുധം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച് തുടങ്ങുന്ന കാലഘട്ടം ഏതാണ്, മധ്യശിലായുഗമാണ്. മധ്യശിലായുഗമാണ്. ഒരിക്കലും മറക്കാൻ പാടില്ല. മൈക്രോലിത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിച്ചാൽ മൈക്രോലിത്തുകൾ കാണപ്പെടുന്ന, സൂക്ഷ്മ കല്ലായുധങ്ങൾ കാണപ്പെടുന്ന കാലഘട്ടം ഏതാണ് എന്നൊക്കെ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മധ്യശിലായുഗം, മൈക്രോലിത്തുകൾ അല്ലെങ്കിൽ സൂക്ഷ്മ കല്ലായുധങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ വേട്ടയാടിയിരുന്ന അല്ലെങ്കിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണിത്, മധ്യശിലായുഗം. ഈ കാലഘട്ടത്തിൽ വേട്ടയാടലിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. മത്സ്യബന്ധനം വളർന്നു വന്നത് ഈ കാലഘട്ടത്തിലാണ്. അർദ്ധസ്ഥിര ജീവിതം വന്നത്. മനസ്സിലാക്കി വെക്കേണ്ട അടുത്ത പോയിന്റ് ആണ് ഇത്. അർദ്ധസ്ഥിര ജീവിതം സ്ഥിരമാണോ? അല്ല, എന്നാൽ അർദ്ധസ്ഥിരമാണ്. ഒരു സ്ഥലത്ത് ചിലപ്പോൾ കുറച്ചു കാലം എന്ത് ചെയ്യും, താമസിക്കും. മറ്റേത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് പലായനം ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അർദ്ധസ്ഥിര ജീവിതമാണ്. അർദ്ധസ്ഥിര ജീവിതം. അപ്പോ മനുഷ്യൻ അർദ്ധസ്ഥിര ജീവിതം ആരംഭിച്ച ഘട്ടം ഏതാണ്, മധ്യശിലായുഗമാണ്. അതേപോലെ തന്നെ വേട്ടയാടലിനോടൊപ്പം ഭക്ഷ്യശേഖരണവും മനുഷ്യൻ എന്ത് ചെയ്തു, ഭക്ഷ്യശേഖരണവും മനുഷ്യൻ എന്ത് ചെയ്തു, തുടങ്ങി വെച്ചു എന്നതാണ്. അപ്പോ മധ്യശിലായുഗത്തിലാണ് മനുഷ്യൻ ഭക്ഷ്യശേഖരണം തുടങ്ങി വെച്ചത്. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്ന്, മൈക്രോലിത്തുകളുടെ ഉപയോഗം. രണ്ട്, അർദ്ധസ്ഥിര ജീവിതം. മൂന്ന്, വേട്ടയാടലിനൊപ്പം എന്ത് ചെയ്യാനും തുടങ്ങി, ഭക്ഷ്യശേഖരണവും തുടങ്ങി. ഭക്ഷ്യശേഖരണം തുടങ്ങി വെച്ച കാലഘട്ടവും ഏതാണ്, ഈ പറയുന്ന മധ്യശിലായുഗമാണ്. അടുത്തത് ഏതാ, മൂന്നാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം പ്രധാനപ്പെട്ട ഘട്ടം. ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം, നവീന ശിലായുഗം. നവീന ശിലായുഗത്തെ കുറിച്ച് പറയുമ്പോൾ കൃഷിയുടെ തുടക്കം പഠിച്ചിരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട, ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗമാണ് ഇത്. കൃഷിയുടെ തുടക്കം ഏത് ശിലായുഗ ഘട്ടത്തിലാണ് കൃഷി ആരംഭിച്ചത്? ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഭാഗമാണ്. എവിടെ നിന്നാണ് കൃഷി തുടങ്ങുന്നത്? മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ജീവിത രീതിയിൽ തന്നെ മാറ്റം കൊണ്ടുവന്ന, ഇന്ന് കാണുന്ന രീതിയിലേക്ക് സമൂഹത്തെ മാറ്റിവെച്ച അടിത്തറയാണിത്, കൃഷി. ആ കൃഷി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ നവീന ശിലായുഗത്തിൽ നിന്നാണ് എന്താരംഭിക്കുന്നത്, കൃഷി ആരംഭിക്കുന്നത്. അപ്പൊ കൃഷിയുടെ ആരംഭം ഈ കാലഘട്ടത്തിലാണ്. ഏത് കാലഘട്ടത്തിലാണ്? നവീന ശിലായുഗത്തിലാണ്. അതുപോലെ തന്നെ കല്ലായുധങ്ങൾ മിനുക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. ഏതാണ്? കല്ലായുധങ്ങൾ മിനുക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം നവീന
ശിലായുഗം. 3 മനുഷ്യർ സ്ഥിരവാസം. നേരത്തെ നമ്മൾ പറഞ്ഞത് അർദ്ധസ്ഥിരവാസമായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്നത് സ്ഥിരവാസമാണ്. മനുഷ്യൻ സ്ഥിരവാസം ആരംഭിച്ച കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. ഗ്രാമങ്ങൾ രൂപപ്പെട്ട ഘട്ടം. ഗ്രാമങ്ങൾ ഏത് ഘട്ടത്തിലാണ് രൂപപ്പെട്ടത്? നവീന ശിലായുഗം. മൺപാത്രങ്ങൾ വികസിച്ച് വന്ന ഘട്ടം ഏതാണ്? നവീന ശിലായുഗം. നായ, ആട്, പശു തുടങ്ങിയ ജീവികളൊക്കെ മനുഷ്യനെ ഇണക്കി വളർത്തി തുടങ്ങിയ ഘട്ടവും ഏതാണ്? നവീന ശിലായുഗ ഘട്ടമാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നിലവിൽ പറഞ്ഞു കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്ത് ചെയ്യുക, നമ്മൾ ആ കൃത്യമായ സിലബസ് കവർ ചെയ്ത് പോകുമ്പോൾ അത് പറയുന്നു എന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിൽ പ്രത്യേകിച്ചും ഈ നവീന ശിലായുഗത്തിലെ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ ഒരു വട്ടം കൂടി ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഈ സംഭവത്തെ കണ്ടുപോവുക എന്നതാണ്. അപ്പൊ കൃഷിയുടെ ആരംഭം, കൃഷി നിലവിൽ എന്ത് ചെയ്തു, തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ കൃഷി എന്ത് ചെയ്തു, മനുഷ്യ ജീവിതത്തിലേക്ക് കൃഷി കടന്നു വന്നിരിക്കുകയാണ്. നവീന ശിലായുഗത്തിന് ശേഷം അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സംവിധാനം വന്നു. കൃഷി എന്ന് പറയുന്ന രീതിയിലേക്ക് ഭക്ഷ്യ ശേഖരണം. നവീന ശിലായുഗം. നായ, ആട്, പശു തുടങ്ങിയ ജീവികളൊക്കെ മനുഷ്യനെ ഇണക്കി വളർത്തി തുടങ്ങിയ ഘട്ടവും ഏതാണ്? നവീന ശിലായുഗ ഘട്ടമാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? നിലവിൽ പറഞ്ഞു കഴിഞ്ഞു. 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും എന്ത് ചെയ്യുക, നമ്മൾ ആ കൃത്യമായ സിലബസ് കവർ ചെയ്ത് പോകുമ്പോൾ അത് പറയുന്നു എന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതിൽ പ്രത്യേകിച്ചും ഈ നവീന ശിലായുഗത്തിലെ കൃഷി അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ അറിയുന്ന കാര്യങ്ങൾ ഒരു വട്ടം കൂടി ഓർത്തിരിക്കുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, ഈ സംഭവത്തെ കണ്ടുപോവുക എന്നതാണ്. അപ്പൊ കൃഷിയുടെ ആരംഭം, കൃഷി നിലവിൽ എന്ത് ചെയ്തു, തുടങ്ങിയിരിക്കുകയാണ് അല്ലെ. അപ്പൊ കൃഷി എന്ത് ചെയ്തു, മനുഷ്യ ജീവിതത്തിലേക്ക് കൃഷി കടന്നു വന്നിരിക്കുകയാണ്. നവീന ശിലായുഗത്തിന് ശേഷം അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സംവിധാനം വന്നു. കൃഷി എന്ന് പറയുന്ന രീതിയിലേക്ക് ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മനുഷ്യൻ മാറി. കൃഷി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് അല്ലെ, മനുഷ്യൻ അത്രയും കാലം എന്ത് ചെയ്തിരുന്നു, ഭക്ഷണം ശേഖരിച്ചു വെച്ചിരുന്നു. ആ ശേഖരണത്തിൽ നിന്ന് ഉൽപാദനത്തിലേക്ക് മാറിയ ഘട്ടമാണേത്, ഈ പറഞ്ഞ ഉൽപാദനത്തിലേക്ക് മാറിയ ഘട്ടമാണ് നവീന ശിലായുഗം. ഇത് കൃഷിയുടെ തുടക്കം. നമ്മുടെ സിലബസിലുണ്ട് കൃഷിയുടെ തുടക്കം. അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. നിയോലിത്തിക് റവല്യൂഷൻ അല്ലെങ്കിൽ നവീന ശിലായുഗ വിപ്ലവം. കൃഷിയുടെ തുടക്കത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണേത്, നിയോലിത്തിക് റവല്യൂഷൻ അല്ലെങ്കിൽ നവീന ശിലായുഗ വിപ്ലവം. അപ്പോ നവീന ശിലായുഗ വിപ്ലവം എന്നാൽ എന്ത്, അല്ലെങ്കിൽ ചരിത്രത്തിൽ കൃഷിയുടെ ആരംഭത്തിലേക്ക് എത്തിയ ആ മാറ്റത്തെ വിളിക്കുന്ന പേരെന്ത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നവീന ശിലായുഗ വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. നവീന ശിലായുഗ വിപ്ലവം. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യാണ്, നവീന ശിലായുഗ വിപ്ലവത്തിലൂടെ മനുഷ്യൻ കൃഷിയിലേക്ക് കടക്കാണ്. വിത്ത് വിതയ്ക്കാനും വിളവെടുക്കാനൊക്കെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു. അതേപോലെ മൃഗങ്ങളെയൊക്കെ ഗൃഹവൽക്കരിക്കുന്നു, ഇണക്കി വളർത്തുന്നു. അങ്ങനെ അധികമായിട്ട് മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷ്യോൽപാദനം ഒക്കെ മനുഷ്യൻ എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ് അല്ലെ. മനുഷ്യൻ അങ്ങനെ കൃഷിയൊക്കെ തുടങ്ങി അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു സാമൂഹ്യ ജീവിതത്തിലേക്ക്. കൃഷിയുടെ പ്രാധാന്യം എന്ത്, മനുഷ്യ ജീവിതത്തിൽ കൃഷിയുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മനുഷ്യനെ സാമൂഹിക ജീവിതത്തിലേക്ക് നയിച്ചത് ശരിക്കും എന്താണ്, കൃഷിയാണ്. ആദ്യം ഗ്രാമങ്ങളിലേക്കും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കും മാറാൻ മനുഷ്യനെ സഹായിച്ചതാരാണ്, കൃഷിയാണ്. അതേപോലെ മനുഷ്യനെ സ്ഥിര ജീവിതത്തിലേക്ക് പ്രേരിപ്പിച്ചതും എന്താണ്, കൃഷിയാണ്. കാരണം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മനുഷ്യൻ ജീവിക്കാൻ നിർബന്ധിതനാവുന്നു. അങ്ങനെ മനുഷ്യൻ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു സ്ഥിര ജീവിതം നയിക്കുന്നു. അതേപോലെ തൊഴിൽ വിഭജനത്തിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് രൂപപ്പെടുന്നത്, കൃഷിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ തൊഴിൽ കൊടുക്കുമ്പോൾ അങ്ങനെ ആളുകൾ കർഷകരായി മാറുന്നു, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. അതേപോലെ തന്നെ സമൂഹത്തിൽ വിവിധ തട്ടുകൾ രൂപപ്പെട്ടതും എന്ത് കാരണമാണ്, ഈ പറഞ്ഞ കൃഷി കാരണമാണ്. അങ്ങനെ കൃഷിക്ക് നിരവധി പ്രാധാന്യങ്ങളുണ്ട്. മനുഷ്യന്റെ സംസ്കാരത്തിന്റെ അടിത്തറ എന്താണ്, ഈ പറയുന്ന കൃഷിയാണ്. മനുഷ്യൻ ഇന്ന് കാണുന്ന ഓരോ സംസ്ഥാനങ്ങളുടെയും വിത്തും പേരും നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നായിരിക്കും, കൃഷിയിൽ നിന്നായിരിക്കും. അപ്പോ കൃഷിയിൽ നിന്നാണ് മനുഷ്യന്റെ സ്ഥിരതാമസം, അതേപോലെ തന്നെ സാമൂഹിക ജീവിതം, നിലവിലുള്ള സംസ്കാരങ്ങൾ, അതേപോലെ തന്നെ ഗ്രാമങ്ങളും നഗരങ്ങളും അടക്കമുള്ള സാമൂഹിക ജീവിതം ഒക്കെ രൂപപ്പെടാനുള്ള കാരണവും എന്താണ്, ഇന്ന് കാണുന്ന കൃഷിയാണ് അല്ലെ. അപ്പോ കൃഷിയുടെ ആരംഭം ഏത് കാലഘട്ടത്തിലാണ്, ശിലായുഗത്തിലാണ്. ശിലായുഗത്തിൽ തന്നെ 3ാമത്തെ ഘട്ടമായിട്ടുള്ള നവീന ശിലായുഗത്തിലാണ്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ ഭാഗത്തു നിന്ന്
ഇപ്പൊ പറഞ്ഞതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ഭാഗമായിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്ങനെയാണ് ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നത്? നമ്മൾ അടുത്തത് നോക്കി പോകേണ്ടത് ഈ ഭാഗം നമുക്ക് അറിഞ്ഞിരുന്നാലും എങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴയ കാലഘട്ടം ഏത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഏറ്റവും ബേസ് ആയിട്ടുള്ള ചോദ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ജസ്റ്റ് പറഞ്ഞ് സൂചിപ്പിച്ചു പോകണം. കാരണം എല്ലാ അറ്റം തൊട്ട് എന്ത് ചെയ്യണം, നമ്മൾ എല്ലാ ഭാഗവും കവർ ചെയ്ത് കൃത്യമായിട്ടും വൃത്തിയായിട്ട് നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് അത്രയും ഉപകാരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും സിമ്പിളായത് നമ്മൾ ഒഴിവാക്കില്ല, ടഫായത് നമ്മൾ എന്ത് ചെയ്യും, ആ ഗൗരവത്തോടു കൂടി നോക്കി പോകും. അപ്പോ അതുകൊണ്ട് ഏറ്റവും സിമ്പിളായി ഭാഗത്ത് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴയ കാലഘട്ടം ഏത്? നമുക്കറിയാം ഏതാണ്, പ്രാചീന ശിലായുഗമാണ്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കാലഘട്ടം പ്രാചീന ശിലായുഗമാണ്. അടുത്ത ചോദ്യം, വേട്ടയും ഭക്ഷണം ശേഖരണവും മനുഷ്യരുടെ പ്രധാന ജീവിത രീതിയായിരുന്ന കാലഘട്ടം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേട്ടയും അതേപോലെ തന്നെ ഭക്ഷ്യശേഖരണവും മനുഷ്യന്റെ പ്രധാനപ്പെട്ട ജീവിത രീതിയായിരുന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, പാലിയോലിത്തിക് ഏജ്, അല്ലെങ്കിൽ ഏത് തന്നെയാണ്, പാലിയോലിത്തിക് ഏജ് ആണ് അല്ലെ. അതേപോലെ അല്ലെങ്കിൽ ഏതാണ്, പ്രാചീന ശിലായുഗമാണെന്ന് നമുക്ക് പറയാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ്, മൈക്രോലിത്സ് എന്ന് പറയുന്ന സൂക്ഷ്മ കല്ലായുധങ്ങൾ പ്രധാനമായും ഉപയോഗിച്ച കാലഘട്ടം ഏത്? സൂക്ഷ്മ കല്ലായുധങ്ങൾ, മൈക്രോലിത്തുകൾ. നമ്മളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നു അല്ലെ, മൈക്രോലിത്ത് എന്നുള്ള ചോദ്യങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. മൈക്രോലിത്തുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം നമുക്കറിയാം ഏതാണ്, മധ്യശിലായുഗം. മൈക്രോലിത്ത് മധ്യശിലായുഗം, ഒരു മാമ കണക്ഷൻ അവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പോ മധ്യശിലായുഗം, മൈക്രോലിത്തുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏത് തന്നെയാണ്, മധ്യശിലായുഗം എന്ന് പറയുന്ന കാലഘട്ടമാണ്. നാലാമത്തെ ചോദ്യം, കൃഷിയുടെ തുടക്കം മനുഷ്യ ചരിത്രത്തിൽ ഏത് കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കാലഘട്ടവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? നവീന ശിലായുഗമാണ് അല്ലെ. നവീന ശിലായുഗം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ള, ഇംഗ്ലീഷിൽ മലയാളത്തിലും എന്ത് ചെയ്യും, ഓപ്ഷൻ കൊടുക്കും. അപ്പൊ നിയോലിത്തിക് ഏജ് ആണ്. നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലാണ് തുടങ്ങുന്നത്, കൃഷി തുടങ്ങുന്നത്. അടുത്തത്, നിയോലിത്തിക് റവല്യൂഷൻ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യം. റവല്യൂഷൻ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം ഏതാണ്, നിയോലിത്തിക് റവല്യൂഷൻ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? നിയോലിത്തിക് റവല്യൂഷൻ എന്ന പദം എന്തിനാ സൂചിപ്പിക്കുന്നത്? കൃഷിയുടെ തുടക്കത്തെ. ഓപ്ഷനിൽ എന്തുണ്ട്, ലോഹത്തിന്റെ ഉപയോഗം, എഴുത്തിന്റെ ആരംഭം, നഗര സംസ്കാരം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്തിലേക്ക് പോകണം, നഗര സംസ്കാരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരിക്കലും അതിലൊന്നും കൺഫ്യൂഷൻ ആവരുത്. നമ്മുടെ ഉത്തരം എന്താണ്, കൃഷിയുടെ തുടക്കം. കൃഷിയുടെ തുടക്കമാണ് അല്ലെ. കൃഷിയുടെ തുടക്കത്തെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചത്. ആറാമത്തെ ചോദ്യം, മിനുക്കിയ കല്ലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം ഏതാണ്? നിയോലിത്തിക് കാലഘട്ടമാണ് അല്ലെ. മിനുക്കിയ കല്ലായുധങ്ങൾ, വേഗം പറഞ്ഞു പോവാം. മിനുക്കിയ കല്ലായുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം നിയോലിത്തിക് ആണ് അല്ലെ. നിയോലിത്തിക് കാലഘട്ടമാണ്. അടുത്തത്, മനുഷ്യർ സ്ഥിരതാമസം ആരംഭിച്ച കാലഘട്ടം ഏത്? നല്ലൊരു ചോദ്യമാണ് അല്ലെ. മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ച കാലഘട്ടം ഏതാണ്? മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ച കാലഘട്ടം ഏതാണ്? നവീന ശിലായുഗമാണ്. നവീന ശിലായുഗത്തിലാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, സ്ഥിരതാമസം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൃഗഗൃഹവൽക്കരണവുമായി ഏറ്റവും അടുത്തു ബന്ധമുള്ള ഘട്ടം ഏതാണ്? ഏത് തന്നെയാണ്? നവീന ശിലായുഗമാണ്. കാരണം കൃഷിയും അതേപോലെ തന്നെ പശുവിനെയും കോഴിയെയും ആടിനെയൊക്കെ എന്ത് ചെയ്യാൻ നോക്കി, ഇണക്കി വളർത്താൻ ശ്രമിച്ച ഘട്ടം നമ്മളപ്പോ പറഞ്ഞിരുന്നു. ആ ഘട്ടം ഏതാണ്? ഈ പറയുന്ന നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗമാണ്. അടുത്തത്, കൃഷിയുടെ തുടക്കം കാരണമായ സാമൂഹിക മാറ്റം എന്താണ്? സാമൂഹിക മാറ്റം, കൃഷിയുടെ തുടക്കം കാരണം ഉണ്ടായ സാമൂഹിക മാറ്റം എന്താ? തൊഴിൽ വിഭജനം. നമ്മൾ പറഞ്ഞിരുന്നു, കൃഷി വന്നതിന് ശേഷമാണ് എന്ത് ചെയ്തത്, തൊഴിൽ വിഭജിച്ച് നൽകിയത്. അപ്പോ ഒരു നല്ല ചോദ്യമാണ്, നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. കൃഷിയുടെ തുടക്കം കാരണമായ മാറ്റം ഏതാണ്? അപ്പൊ ആ ഒരു സാധനം അറിഞ്ഞിരിക്കുക. ഏതാണ്? തൊഴിൽ വിഭജനമാണ് കൃഷിയുടെ തുടക്കം കാരണം സമൂഹത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത്. പത്താമത്തെ
ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ഏത്, ശരിയായ പ്രസ്താവന ഏത്? അങ്ങനെയും ആ ടൈപ്പിലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രാചീന ശിലായുഗം വേട്ടയും ഭക്ഷണ ശേഖരണവും ബന്ധമുണ്ടോ? ശരിയാണോ? ആലോചിച്ച് നോക്കൂ. അടുത്തത്, മധ്യശിലായുഗവും മൈക്രോലിത്തുകളും ബന്ധമുണ്ട് അല്ലെ? ബന്ധമുണ്ട്. പ്രാചീന ശിലായുഗവും വേട്ടയും ഭക്ഷണ ശേഖരണവും ബന്ധമുണ്ട് അല്ലെ? നമ്മൾ അപ്പൊ കേട്ടതാണ്. ബന്ധമുണ്ട്. മധ്യശിലായുഗവും മൈക്രോലിത്തുകളും ബന്ധമുണ്ട്. അടുത്തത്, നവീന ശിലായുഗവും സ്ഥിരതാമസവും ബന്ധമുണ്ട്. രണ്ടും നവീന ശിലായുഗത്തിലാണ് സ്ഥിരതാമസം ഉണ്ടായത്. നമ്മൾ പറഞ്ഞിരുന്നു. പ്രാചീന ശിലായുഗവും കൃഷിയും ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രാചീന ശിലായുഗവും കൃഷിയും തമ്മിൽ എന്തില്ല? ബന്ധമില്ല. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ വേട്ടയാടിയാണ് ജീവിച്ചിരുന്നത് അല്ലെ? അപ്പോ തെറ്റായ ഉത്തരം പ്രാചീന ശിലായുഗവും കൃഷിയും. നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഉത്തരവും ഏതാണ്? അത് തന്നെയാണ്. അടുത്തത് 11ാമത്തെ ചോദ്യം, ഭക്ഷണം ശേഖരിക്കുന്നതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്കുള്ള മാറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? അല്ലെങ്കിൽ ഭക്ഷണം ശേഖരിക്കുന്ന നിലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്കുള്ള മാറ്റം അറിയപ്പെടുന്നത് ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ല അല്ലെ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ല, നമുക്കറിയാലോ. ഇംഗ്ലണ്ടിൽ നടന്ന വ്യാവസായിക വിപ്ലവം അല്ല. അടുത്തെന്താണ്? അർബൻ റവല്യൂഷൻ, അതുമല്ല. അടുത്തതോ നിയോലിത്തിക് റവല്യൂഷൻ, ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവം അല്ല എന്ന് നമുക്കറിയാം അല്ലെ? ഹരിത വിപ്ലവം അല്ല, മറിച്ച് എന്താണ്? നിയോലിത്തിക് റവല്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു പോയതാണ്. കൃഷിയിലേക്ക്, ഭക്ഷണം ശേഖരിക്കുന്നതിൽ നിന്ന് കൃഷിയിലേക്ക് വന്നൊരു മാറ്റമാണ്, ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് വന്നൊരു മാറ്റമാണ് എന്ത്? നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ മൈക്രോലിത്തും കൃഷിയും അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ശിലായുഗ കേന്ദ്രങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു സാധനമാണ് ഓരോ ശിലായുഗവും അതിന്റെ ശിലായുഗ കേന്ദ്രങ്ങൾ, തെളിവുകൾ ലഭിച്ച കേന്ദ്രങ്ങളും. അതായത് ശിലായുഗ കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ ഏത്? ലോകത്തെ പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ ഏത്? കേരളത്തിൽ നിന്ന് ശിലായുഗത്തിന് തെളിവ് ലഭിച്ച സ്ഥലങ്ങൾ ഏത്? അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഇത്രയാണ് ഇതിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഭാഗം. ഒരുപാട് ഡീപ്പായിട്ടൊന്നും എന്ത് ചെയ്യില്ല, കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്തില്ല, ശിലായുഗ കേന്ദ്രങ്ങൾ ഇന്ത്യയിലും ലോകത്തെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളും കേരളത്തിൽ ഇത്തരത്തിലുള്ള ശിലായുഗത്തിന്റെ തെളിവുകൾ ലഭിച്ച സ്ഥലങ്ങളും കൂടി നോക്കിപ്പോയി കഴിഞ്ഞാൽ ഈ ടോപ്പിക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ശിലായുഗത്തിനും തെളിവുകൾ ലഭിച്ച ഇന്ത്യയിലെ സ്ഥലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പരിശോധിക്കാം. അപ്പോ ആദ്യം പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് ഒന്നാമത് സോഹൻ നദീതീരമാണ്. ഇന്നത്തെ പാകിസ്ഥാനിൽ കാണപ്പെടുന്ന സോഹൻ നദീതീരം എന്താണ്? പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന അടുത്ത കേന്ദ്രം ഭീംബേട്ക എന്ന് പറയുന്ന കേന്ദ്രം, മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഭീംബേട്ക എന്ന് പറയുന്ന കേന്ദ്രവും എന്തിനുദാഹരണമാണ്? ഇന്ത്യയിലെ പ്രാചീന ശിലായുഗത്തിന് തെളിവുകൾ ലഭിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ഹൂൻസഗി എന്ന് പറയുന്ന കർണാടകയിലെ ഹൂൻസഗി എന്ന് പറയുന്ന സ്ഥലവും ഇതിന് ഉദാഹരണമാണ്, പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് കൊർണൂൽ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ സ്ഥലവും എന്തിന് ഉദാഹരണമാണ്? പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് അച്ചിറാംപക്കം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു കേന്ദ്രം കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിച്ചു വെക്കാനുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട 1, 2, 3, 4, 5 കേന്ദ്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, 5 പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിച്ചു വെക്കേണ്ടത്. 5 പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. അടുത്തത് മധ്യശിലായുഗ കേന്ദ്രങ്ങളാണ്. മധ്യശിലായുഗ കേന്ദ്രങ്ങളിലും നമുക്ക് എന്തുണ്ട്, കോമൺ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഫ്രീറ്റ് ഉണ്ട്. രണ്ടിലും എഴുതാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, ഭീംബേട്ക. മധ്യപ്രദേശിലെ ഭീംബേട്കയിൽ നിന്ന് മധ്യശിലായുഗത്തിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ബാഗോർ എന്ന് പറയുന്ന രാജസ്ഥാനിലെ ഒരു കേന്ദ്രവും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. അടുത്തത്
പ്രാഗ്നാജ് എന്ന് പറയുന്ന ഗുജറാത്തിലെ ഒരു പ്രദേശവും ഇതിന് ഉദാഹരണമാണ്. മധ്യശിലായുഗ കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് അധംഘട്ട് എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു പ്രദേശവും നമുക്ക് മധ്യശിലായുഗത്തിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് ടൈപ്പ് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കുക. അപ്പൊ അത് തിരുത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിലെ അധംഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലവും എന്തിന്റെ ഭാഗമായിട്ടുണ്ട് ഈ പറയുന്ന മധ്യശിലായുഗ കേന്ദ്രത്തിന് ഉദാഹരണമായിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അടുത്തത് നവീനശിലായുഗ കേന്ദ്രങ്ങളാണ്. നവീനശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 4 മധ്യശിലായുഗ കേന്ദ്രങ്ങൾ പഠിച്ചു. ഇനി നവീനശിലായുഗ കേന്ദ്രങ്ങൾ നോക്കുമ്പോ ബുർസഹോം എന്ന് പറയുന്ന ജമ്മു കാശ്മീരിലെ ഒരു പ്രദേശം നമ്മൾ എന്ത് ചെയ്യണം, പ്രധാനമായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ മെഹർഗഡ് എന്ന് പറയുന്ന പാകിസ്ഥാനിലെ ഒരു പ്രദേശവും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതുപോലെ ചിരന്ത് എന്ന് പറയുന്ന ബീഹാറിലെ ഒരു പ്രദേശം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ചിരന്ത് എന്ന് പറയുന്ന ബീഹാറിലെ ഒരു പ്രദേശം നമ്മൾ പഠിച്ചു വെക്കണം. ഹല്ലൂർ എന്ന് പറയുന്ന കർണാടകയിലെ ഒരു പ്രദേശം, ബ്രഹ്മഗിരി എന്ന് പറയുന്ന അതേപോലെ തന്നെ കർണാടകയിൽ തന്നെ. അപ്പൊ കർണാടകയിലെ 2 സ്ഥലങ്ങളുണ്ട്, ഒന്ന് ഹല്ലൂർ, അതേപോലെ ബ്രഹ്മഗിരി തുടങ്ങിയ കർണാടകയിലെ 2 പ്രദേശങ്ങളടക്കം 5 പ്രദേശങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോ ബുർസഹോം ജമ്മു കാശ്മീർ, മെഹർഗഡ് പാകിസ്ഥാൻ, ചിരന്ത് ബീഹാർ, ഹല്ലൂർ കർണാടക, ബ്രഹ്മഗിരി കർണാടക, ഇത്രയും സ്ഥലങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ചു വെക്കണം. അപ്പൊ നിലവിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രധാനപ്പെട്ട ശിലായുഗത്തെ കുറിച്ച്, എന്താണ് ശിലായുഗം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ശിലായുഗത്തിന്റെ 3 ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു. ഈ 3 ഘട്ടങ്ങളും കൃഷിയുടെ ആരംഭം, മൈക്രോലിത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഈ 3 ഘട്ടങ്ങളുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോപ്പിക്കിൽ ഒരു വിധം വരുന്ന മാർക്ക്, ഒരു വിധം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോപ്പിക്കിൽ നിന്നുള്ള എല്ലാ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതിന് പുറത്തേക്ക് ചോദ്യം വരാനുള്ള സാധ്യത വളരെ വിരളമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് ഈ ഭാഗത്ത് പ്രതീക്ഷിക്കാം. നമുക്ക് ആവശ്യം എന്താണ്, ഫുൾ മാർക്കാണ്. നമുക്ക് ജസ്റ്റ് കടന്നു കിട്ടുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഒരുമിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഒരുമിച്ച് കേട്ടിന് നമ്മൾ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കടക്കണം. സോഷ്യലിന്റെ ഫുൾ മാർക്ക് നമ്മൾ ഇനി ഓപ്പറേഷൻ 60-60 ആണ്, 60-60 നമ്മൾ എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. നമ്മൾ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് പോകുന്നത്. അപ്പോ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള PSC ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ള, മുൻകാലങ്ങളിൽ കേട്ടിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അതിനു മുൻപ് നമ്മൾക്ക് എന്ത് ചെയ്യാം, കേരളത്തിലെ പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി എന്ത് ചെയ്യാം, നോക്കാം. അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില ശിലായുഗ കേന്ദ്രങ്ങൾ ഘട്ടഘട്ടമായിട്ട് പഠിച്ചു. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏത്, മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏത്, നവീന ശിലായുഗ കേന്ദ്രങ്ങൾ ഏതെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി കേരളത്തിൽ ശിലായുഗത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ചില കേന്ദ്രങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. കേരളത്തിലെ ശിലായുഗ കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മളൊക്കെ പലവട്ടം പോയിട്ടുള്ള സ്ഥലം ഏതാണ്, എടക്കൽ ഗുഹ, വയനാട്ടിലെ എടക്കൽ ഗുഹ. 2 നമ്മുടെ മലപ്പുറത്തെ വാഴക്കോട് എന്ന് പറയുന്ന സ്ഥലം, അടുത്തത് പാലക്കാട് അഞ്ചിറ എന്ന് പറയുന്ന സ്ഥലം, ഇടുക്കിയിലെ മരായൂർ എന്ന് പറയുന്ന സ്ഥലം, എറണാകുളത്തെ പെരുമ്പാലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോ 5 സ്ഥലങ്ങളിലാണ് അല്ലെ, എടക്കൽ ഗുഹയുണ്ട്, അതേപോലെ വാഴക്കോടുണ്ട്, അഞ്ചിറയുണ്ട്, വരായൂരുണ്ട്, പെരുമ്പാലമുണ്ട്. ഇത്രയും സ്ഥലങ്ങളിൽ എന്തുണ്ട്, ഈ കേരളത്തിൽ ശിലായുഗത്തിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പല ഗുഹങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് കേരളത്തിലെ ശിലായുഗ കേന്ദ്രങ്ങളായിട്ട് കണക്കിലാക്കപ്പെടുന്നത് ഇത്രയും സ്ഥലങ്ങളാണ്. അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. കാരണം കേട്ടറ്റാണ്, കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലെ 5 കേന്ദ്രങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരിക്കലും മറക്കരുത്, വയനാട്ടിലെ എടക്കൽ ഗുഹ, മലപ്പുറത്തെ വാഴക്കോട് ഗുഹ, അതേപോലെ തന്നെ പാലക്കാട് അഞ്ചിറ ഗുഹ, അതേപോലെ തന്നെ ഇടുക്കിയിലെ മരായൂർ ഗുഹ, അതേപോലെ തന്നെ എറണാകുളത്തെ പെരുമ്പാലം തുടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ, ലോകത്ത് പ്രധാനമായിട്ടും തെളിവ് ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ശിലായുഗ കേന്ദ്രങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഓൺദുവായ് ജോർജ് എന്ന് പറയുന്ന
ടാൻസാനിയയിലെ ഒൻഡുവായ് ജോർജ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഒൻഡുവായ് ജോർജ്, ടാൻസാനിയ. രണ്ട്, ലാസ്കോ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. ലാസ്കോ ഗുഹ ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് അൾട്ടാമിറ സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന അൾട്ടാമിറ. അടുത്തത് ഷോവേ ഗുഹ, അതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസിലാണ്. അപ്പൊ ഫ്രാൻസിലെ രണ്ട് ഗുഹകളുണ്ട്. ലാസ്കോ ഗുഹയും ഉണ്ട്, ഷോവേ ഗുഹയും ഉണ്ട്. അതേപോലെ തന്നെ അൽറ്റ എന്ന് പറയുന്ന സ്പെയിനിലെ ഒരു ഗുഹയും ഒൻഡുവായ് ഗോർജ് എന്ന് പറയുന്ന ടാൻസാനിയയിലെ ഒരു ഗുഹ കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിച്ചു വെക്കാനുണ്ട്. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞു. കേരളത്തിൽ ശിലായുഗത്തിന് തെളിവ് ലഭിച്ച സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഏതും പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ, ലോകത്തിലെ പ്രധാനപ്പെട്ട 4 ശിലായുഗ കേന്ദ്രങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? പറഞ്ഞു കഴിഞ്ഞു. മാക്സിമം വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഭാഗങ്ങളിൽ നിന്ന്, ശിലായുഗ കേന്ദ്രങ്ങളിൽ നിന്ന് മുൻകാലങ്ങളിൽ PSCക്കും അതേപോലെ തന്നെ കേട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഭാഗമായിട്ട് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ? നമുക്കറിയാം, വയനാടാണ് അല്ലെ? വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊക്കെ പലവട്ടം പോയിട്ടുള്ള സ്ഥലമായിരിക്കും വയനാട്. എടക്കൽ ഗുഹ ശിലായുഗ കേന്ദ്രമാണ്. അടുത്തത്, ഭീംബേദ്ക ശിലാശ്രയങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? നമ്മൾ പഠിച്ചതാണ് മധ്യപ്രദേശിലെ. ഓപ്ഷൻ ബി, മധ്യപ്രദേശിലാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ നവീന ശിലായുഗ കേന്ദ്രമല്ലാത്തത് ഏത്? അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കേരളത്തിനെ കുറിച്ചും ഇന്ത്യയെ കുറിച്ചും ലോകത്തെ കുറിച്ചും ഒക്കെ ചിന്തിക്കേണ്ടത്. നമ്മളൊരു ഹൈ മാർക്കിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അടിച്ചിടാൻ സാധ്യതയുള്ള അല്ലാത്തതേത് എന്നറിയാൻ നമ്മൾ ആദ്യം ആണ് എന്ന് ഉറപ്പുള്ള 3 അറിഞ്ഞിരിക്കണം. അപ്പോ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഉത്സാഹം തന്നിട്ടുണ്ട്, ഹല്ലൂർ തന്നിട്ടുണ്ട്, ചിരന്ത് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഒൻഡുവായ് ഗോർജും തന്നിട്ടുണ്ട്. ഇതിലേതാണ് നവീന ശിലായുഗ കേന്ദ്രമല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലേതായിരിക്കും? ഒൻഡുവായ് ഗോർജ് ആയിരിക്കും. ഒൻഡുവായ് ഗോർജ് ആണ് ഇതിലെന്ത്? നവീന ശിലായുഗ കേന്ദ്രമല്ലാത്തത് അതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ശിലായുഗ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ താഴെ തന്നിരിക്കുന്ന കേന്ദ്രം ഏത്? അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം, ശിലായുഗ കേന്ദ്രങ്ങളുടെ പേര് അറിഞ്ഞിരിക്കണം. ബ്രഹ്മഗിരി ശിലായുഗ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമല്ല. മെഹർഗഡ് പ്രസിദ്ധമായ സ്ഥലമല്ല. ലാംനാജ് സ്ഥലം പ്രസിദ്ധമായ ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം എന്നാണ് ചോദ്യം. പ്രസിദ്ധമായിരിക്കും ചിത്രങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? ഭീംബേദ്ക. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ, കുറച്ചുകൂടി കൺഫ്യൂസിംഗ് ആയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഭീംബേദ്കയാണ് എന്തിനുദാഹരണം? ഏറ്റവും ചിത്രങ്ങൾക്ക്, ശിലായുഗ ചിത്രങ്ങൾക്ക് ഏറ്റവും പ്രസിദ്ധമായ, ശിലായുഗ ചിത്രങ്ങൾ കാരണം ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏത്? ഈ പറഞ്ഞ ഭീംബേദ്ക എന്ന് പറയുന്നത്. അടുത്തത്, മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണ്? മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. നമ്മൾ പാകിസ്ഥാനിലുള്ള 2 സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ? 2 കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നു. മെഹർഗഡ് സ്ഥിതി ചെയ്യുന്ന രാജ്യം പാകിസ്ഥാനാണ്. നമ്മൾ ഇന്ത്യയിലെ പഠിച്ചിട്ടുണ്ട്, ലോകത്തിലെ പല ഭാഗത്തും പഠിച്ചിട്ടുണ്ട്, കേരളത്തിലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ ഇന്ത്യ എന്ന് ചിലപ്പോൾ അറിയാതെ കൊടുക്കും. കാരണം അഫ്ഗാനിസ്ഥാനും ഇറാനൊക്കെ ഇത് കാണുന്നത് കൊണ്ട് ഇന്ത്യ ആണല്ലോ നമ്മൾ പഠിച്ചത്. ഇന്ത്യയുടെ ഭാഗമായിട്ട് പാകിസ്ഥാൻ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്ത് കൊടുക്കുന്നത്? നമുക്ക് പഠിക്കുമ്പോൾ ഇന്ത്യയുടെ കൂടെ പാകിസ്ഥാന്റെ പേരും കൂടി ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് മെഹർഗഡ് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത്, നിലവിൽ മെഹർഗഡ് എന്ന് പറയുന്ന ശിലായുഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നായിരിക്കും ചോദ്യം. നിലവിൽ മെഹർഗഡ് എന്ന് പറയുന്ന ശിലായുഗ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. അടുത്തത്, കേരളത്തിലെ പ്രധാന ശിലായുഗ കേന്ദ്രം ഏത്? കേരളത്തിലെ ഏറ്റവും പ്രധാന ശിലായുഗ കേന്ദ്രം ഏതാണ്? എടക്കൽ ഗുഹയാണ് അല്ലെ? എടക്കൽ ഗുഹയാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അടുത്തത്, സോഹൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന
നദീതീരം ഏതാണ്? സോഹൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നദീതീരം സോഹൻ നദി തന്നെയാണ്. സോഹൻ നദി തന്നെയാണ് ഇത് സോഹൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന നദീതീരം എന്ന് പറയുന്നത്. അടുത്തത് ഓണ്ടുവായ് ഗോർജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രം ഏത് ഭൂഖണ്ഡത്തിലാണ്? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കയിലാണ്. രാജ്യം നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് പ്രയാസമുള്ള രാജ്യമായതുകൊണ്ട് ഭൂഖണ്ഡം എന്ത് ചെയ്യാം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥലമാണെങ്കിൽ ഭൂഖണ്ഡം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഓണ്ടുവായ് ഗോർജ് ഏത് ഭൂഖണ്ഡത്തിലാണ് എന്നൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് നമ്മളോട് ചോദിച്ചാൽ ഏതിലാണ്? ആഫ്രിക്കയിലാണ്. ഓണ്ടുവായ് ഗോർജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിലായുഗ കേന്ദ്രമായിട്ടുള്ള ഓണ്ടുവായ് ഗോർജ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ലാംഗ്നാജ് എന്ന് പറയുന്ന മധ്യശിലായുഗ കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? ഏത് സംസ്ഥാനത്തിലാണ് നമ്മൾ ലാംഗ്നാജ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടത്? ഗുജറാത്തിലാണോ കണ്ടത്? രാജസ്ഥാനിലാണോ കണ്ടത്? മധ്യപ്രദേശിലാണോ കണ്ടത്? എവിടെയാണ് കണ്ടത്? ലാംഗ്നാജ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം നമ്മൾ കണ്ടു. എവിടെന്നാ കണ്ടത്? ഗുജറാത്തിൽ വെച്ചാ കണ്ടത്. ഗുജറാത്തിലാണ്. അടുത്തത് ബ്രഹ്മഗിരി എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം ഏതാണ്? കർണാടകയിലാണ്. അടുത്തത് ഏതാണ്? ബുർസാഹോമാണ് അല്ലെ? ബുർസാഹോം എന്തിനാണ് പ്രസിദ്ധമായത്? അതൊരു പുതിയ ചോദ്യമാണ്. ബുർസാഹോം എന്തുകൊണ്ടാണ് പ്രശസ്തമായത്? എന്തുകൊണ്ട് പ്രശസ്തമായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂഗർഭ വീടുകൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒന്ന് പഠിച്ചിരുന്നു അല്ലെ? ചിത്രങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ ശിലായുഗ കേന്ദ്രം ഏത് എന്ന ചോദ്യം നമ്മൾ കണ്ടു. ഒരു പുതിയ ചോദ്യമായിരുന്നു. അതേതായിരുന്നു? ഭീംബേത്ക ആയിരുന്നു. ഇവിടെയോ ബുർസാഹോം എന്ന് പറയുന്ന ബുർസാഹോം എവിടെയാണ്? ഭൂഗർഭ വീടുകൾ കൊണ്ടാണ് ബുർസാഹോം പ്രസിദ്ധമായത് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അടുത്ത അൾട്ടാമിറ ഗുഹകൾ ഏത് രാജ്യത്താണ്? സിമ്പിൾ ആണ് അല്ലെ? സ്പെയിനിലാണ്. അൾട്ടാമിറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? എടക്കൽ വയനാട് ശരിയാണ്, നമുക്കറിയാം. ഭീംബേത്ക മധ്യപ്രദേശ് ശരിയാണ്, നമുക്കറിയാം. ബുർസാഹോം ജമ്മു കാശ്മീർ അതും എന്താണ്? ശരിയാണ്. പക്ഷെ ഹല്ലൂർ എന്തല്ല? കേരളത്തിലല്ല. അപ്പോ റോങ് ആൻസർ ഇതാണ് അല്ലെ? അപ്പൊ താഴെ തന്നിരിക്കുന്നത് തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. അതേപോലെ തന്നെ ഷോവേ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്തിലാണ്? ഫ്രാൻസിലാണ്. അടുത്തത് ബാഗൂർ എന്ന് പറയുന്ന മധ്യശിലായുഗ കേന്ദ്രം ഏത് സംസ്ഥാനത്തിലാണ്? രാജസ്ഥാനിലാണ്. ബാഗൂർ എന്ന് പറയുന്ന ശിലായുഗ കേന്ദ്രങ്ങൾ ചില ടോപ്പിക് നമ്മൾ ആദ്യം കൊടുത്ത ടോപ്പിക്കിൽ ഇല്ലാത്ത അല്ലെങ്കിൽ അതിൽ കാണാത്ത ഡയറക്റ്റ് അല്ലാത്ത ചില ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്യാൻ സാധിച്ചു? നമുക്ക് ഈ 15 ചോദ്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ഐഡിയ ഉണ്ടാക്കാൻ സാധിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിന് താഴെ 50 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങളിൽ നിന്ന് ആകെ നമ്മൾ ഇന്ന് നോക്കിപ്പോയാൽ അത് ഞാൻ പറഞ്ഞു എന്താണ് ശിലായുഗത്തിന്റെ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ശിലായുഗ കേന്ദ്രങ്ങൾ, ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 50 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഈ 50 ചോദ്യം എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 50 ചോദ്യങ്ങളിലൂടെയും കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഭാഗത്തുള്ള മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ചോദ്യങ്ങളിലൂടെ നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല മാർക്കിലേക്ക് അല്ലെങ്കിൽ മുഴുവൻ മാർക്കിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മൾ ഒരുപാട് വൈഡായിട്ട് ആവശ്യമില്ലാത്തതൊക്കെ വലിച്ചു വാരി പഠിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആണ് കേട്ടിട്ട്. അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അധികം ചോദ്യങ്ങളും ഡയറക്റ്റ് ആയി വരുന്ന കേട്ടിട്ട് നമ്മൾ ആ ചോദ്യം എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കാൻ പ്രീവിയസ് നമ്മൾ എപ്പോഴും സഹായിക്കുന്നതാണ് അല്ലെ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? 50 ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് നമ്മൾ ഈ ഭാഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. പ്രാചീന മനുഷ്യനും അതേപോലെ തന്നെ കൃഷിയുടെ തുടക്കവും എന്നുള്ള ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന, വളരെ വ്യക്തമായിട്ട് അറിയുന്ന, വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഒരുപാട് വട്ടം കേട്ട് പഠിച്ച ഭാഗം തന്നെയാണ്. അപ്പൊ ഈ സിലബസിന്റെ തുടക്കം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഭംഗിയായിട്ട് വൃത്തിയായിട്ട് നമ്മൾ നോക്കി നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി
വേണ്ടി കേട്ടിട്ട് നല്ല മാർക്ക് വാങ്ങുന്നതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ 60-60 നമ്മുടെ 60 മാർക്കും സോഷ്യലിന്റെ 60 മാർക്കും സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി എന്ത് സഹായവും ചെയ്യുന്നതിന് വേണ്ടി ഒരു ടീം ഈ സ്ഥാപനത്തിലുണ്ട്. നിങ്ങൾ എത്തിയ സ്ഥലം കൃത്യമായിട്ടുള്ള സ്ഥലമാണ്. നിസ്സാരമായി പാസ്സാവാൻ പറ്റുന്ന, മറ്റേ കരിക്കിൽ ലെവലിലൊക്കെ പറയുന്ന പോലെ നിസ്സാരമായിട്ട്, വളരെ നിസ്സാരമായിട്ട് പാസ്സാവാൻ പറ്റുന്ന എക്സാമാണ് കേട്ടിട്ട്. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, കേട്ടിട്ട് പരീക്ഷ നല്ല വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് മുന്നേറാം എന്ന് മാത്രം പറയുന്നു. താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൽ നിങ്ങൾക്ക് അപ്ലോഡ് ആവുന്ന സമയത്ത് കമന്റ് ബോക്സിൽ ഡൗട്ടുകളോ അല്ലെങ്കിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അല്ല ക്ലാസിന്റെ നല്ല അഭിപ്രായങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കമന്റ് ബോക്സിനകത്ത് നല്ല അഭിപ്രായങ്ങളും ടീം പോയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാം. അപ്പൊ ഏത് രീതിയിലുള്ള സംശയങ്ങളും പരിഹരിക്കാൻ, മുന്നോട്ട് പോകാൻ, പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി നമുക്ക് ഭംഗിയായിട്ട് കേട്ടതിലേക്ക് എത്തിക്കാനുള്ള ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. ആ ടീമിന്റെ സഹായം നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ സമയത്തും തേടുക. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ അടുത്ത റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിൽ അടുത്ത റെക്കോർഡഡ് ക്ലാസ്സിൽ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അത്രയുമാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. താങ്ക് യു.